ഹലോ ഓൾ. അപ്പോൾ നമ്മൾ എയർപോർട്ട് എഞ്ചിനീയറിംഗ് നമ്മൾ ഒരു 5 ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടണൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ടണൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു റോഡ് പോകുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ മറിച്ച് കടന്ന് നമുക്ക് പോകണം. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടണൽ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ടണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ, ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ആ ഒബ്സ്ട്രക്ഷനെ പാസ് ചെയ്ത് പോകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബട്ട് ടണൽ അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ കട്ടും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പൺ കട്ട് എന്ന് പറയുന്നത് നമുക്ക് അതായത് ഈ ഒരു ഹിൽ ഏരിയയിൽ കൂടിയാണ് നമുക്ക് പോവേണ്ടത്. ആൻഡ് നമുക്കിവിടെ കുറച്ച് ഡെപ്തിൽ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്പൺ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോഡ് അതുവഴി പാസ് ചെയ്ത് അങ്ങ് പൊക്കോളും. അപ്പം നമ്മളവിടെ ടണൽ കൺസ്ട്രക്റ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു കട്ട് ചെയ്യുന്നതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 60 ഫീറ്റിലേക്കാളും കൂടുതലാവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം അൺഎക്കണോമിക്കൽ. അതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടണൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ 60 ഫീറ്റിൽ കൂടുതലായ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ കട്ട് കൊടുക്കാൻ നമുക്ക് പോസിബിൾ അല്ല. 60 ഫീറ്റ് അല്ലെങ്കിൽ 18 mm എന്നും 20 mm എന്നും 15 മീറ്റർ 18 മീറ്റർ 15 മീറ്റർ 20 മീറ്റർ എന്നും പറയണം. അപ്പം ഈ ഒരു ഡെപ്തിനേക്കാളും കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടണൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 60 ഫീറ്റിനേക്കാളും കൂടുതൽ ഡെപ്തിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൺസ്ട്രക്ട് ചെയ്യും, ടണൽ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഈ ടണൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു സർഫസിൻ്റെ താഴെ കൂടി വേണമെങ്കിൽ പാസ് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് പാസേജ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. യൂസ്ഡ് ഫോർ മെറ്റീരിയൽ കൺവെയൻസ് ആൻഡ് ട്രാഫിക് കൺവെയൻസ്. അപ്പോൾ ടണൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മെറ്റീരിയൽ കൺവെയൻസിനും ട്രാഫിക് കൺവെയൻസിനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് 2 ടൈപ്പ് ടണലാണുള്ളത്, കൺവെയൻസ് ടണലുണ്ട്, ട്രാഫിക് ടണലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടണലാണ്. ബേസ്ഡ് ഓൺ യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ആദ്യം പറയുന്നത്. അതായത് ട്രാഫിക് ടണലുണ്ട്, കൺവെയൻസ് ടണലുള്ളത്. ട്രാഫിക് ടണൽ എന്താണ്, അതിൻ്റെ ട്രാഫിക് ടണൽ എന്ന് പറഞ്ഞാൽ ട്രാഫിക് കൺവെയൻസ്, അതായത് ആൾക്കാർക്ക് മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് ടണൽ യൂസ് ചെയ്യുന്നത്. ഈ ട്രാഫിക് ടണലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമ്മൾ ട്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കണം. ഓക്കെ, ബേസ് എന്തായിരിക്കണം, ഫ്ലാറ്റ് ആയിരിക്കണം. ഓക്കെ, കൺവെയൻസ് ടണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, വാട്ടർ കൺവേ ചെയ്യാൻ അതിനൊക്കെ നമ്മൾ എന്ത് ടണൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ടണൽ വഴി വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാസസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിന് അടുത്ത് വരുന്നത് ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ടണലിനെ ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടണലിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ സാഡിൽ ടണൽ അല്ലെങ്കിൽ ബേസ് ടണൽ എന്ന് പറയും. ഓക്കെ, സാഡിൽ ടണൽ അല്ലെങ്കിൽ ബേസ് ടണലാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒബ്സ്ട്രക്ഷനിൽ കൂടി പാസ് ചെയ്യുന്ന ടണലാണ് ഏതെന്ന് പറഞ്ഞാൽ സാഡിൽ ടണൽ അല്ലെങ്കിൽ ബേസ് ടണൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ടണലെല്ലാം ഇതായിരിക്കും, ഈ ഒരു സാഡിൽ ടണൽ ആയിരിക്കും. പ്രൊവൈഡ് ഓൺ വാലി സൈഡ് ആൻഡ് പാസ് അലോങ് നാച്ചുറൽ സ്ലോപ്പ്. അപ്പോൾ ഒരു വാലി സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാഡിൽ ടണൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്നിട്ട് എന്ത് ചെയ്യും, നാച്ചുറൽ സ്ലോപ്പിന് അലോങ് ആയിട്ടാണ് നിന്ന് പാസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് എന്താണ്, സ്പൈറൽ ടണൽ. സ്പൈറൽ ടണൽ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് ട്രാവൽ ചെയ്യാൻ. അതായത് ഞാനിപ്പോൾ എന്താണ്, ഇതൊരു ഹില്ലി ഏരിയ ആണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവഴി കയറി, ടണൽ വഴി ഇതുവഴി കയറി, ആൻഡ് എനിക്ക് താഴത്തെ ഈ ഭാഗത്തേക്കാണ് പോവേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സ്പൈറൽ ഷേപ്പിൽ എന്ത് ചെയ്യാം, എനിക്ക് അവിടെ ഒരു ടണൽ കൊടുക്കാം. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്പൈറൽ ടണൽ എന്ന് വിളിക്കുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ട്രാവൽ ചെയ്യാനാണ് സ്പൈറൽ ടണൽ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഓഫ് സ്പെർ ടണലാണ്. ഏതാണ് ഓഫ് സ്പെർ ടണൽ? അതായത് സ്മോൾ ലെങ്ത് ടണലാണ്. സ്മോൾ ഒബ്സ്ട്രക്ഷനൊക്കെ കടന്നു പോകാനാണ് നമ്മൾ ഇന്ന് ഓഫ് സ്പെർ ടണൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ് ഏതൊക്കെയാണ്, സാഡിൽ ടണൽ അല്ലെങ്കിൽ ബേസ് ടണൽ ഉണ്ട്, സ്പൈറൽ ടണൽ, ഓഫ് സ്പെർ ടണൽ. സാഡിൽ ടണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒബ്സ്ട്രക്ഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടണലാണ് എന്നാണ് സാഡിൽ ടണൽ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞ ഒരു വാലി സൈഡിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പൈറൽ ടണൽ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ട്രാവൽ ചെയ്യാനാണ്. ഒരു ലെവൽ മീൻസ് എന്താണ്, നമ്മൾ ഇവിടെ ചിലപ്പോൾ ഈ മുകളിലായിരിക്കും നിൽക്കുന്നത്, അവിടെ നിന്ന് താഴെ എത്തണം. ഒറ്റയടിക്ക് ചിലപ്പോൾ താഴെ എത്താൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മളത് സ്പൈറൽ ഷേപ്പിലായിരിക്കും അത് കൊടുക്കുന്നത്. ദെൻ ഓഫ് സ്പെർ ടണൽ സ്മോൾ ലെങ്ത് ടണലാണ്. ഇനി മെത്തേഡ്സ് ഓഫ് ടണലിംഗ് ഇൻ റോക്കിൽ നമുക്ക് ഏതൊക്കെ മെത്തേഡ് വഴി ടണലിങ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണ്, ടണൽ എക്സ്കവേറ്റ് ചെയ്യാം. നമുക്ക് ടണൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്കവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, എക്സ്കവേറ്റ് ചെയ്യുന്നത് നമ്മൾ കുഴിച്ചെടുക്കുക, മണ്ണ് മാറ്റി കുഴിച്ചെടുക്കുക. അല്ലെങ്കിൽ ബ്ലാസ്റ്റിംഗ് എന്തിനാണ്, നമ്മൾ കട്ടിയുള്ള പാറയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം മെത്തേഡ്സ് ഓഫ് ടണലിംഗ് ഇൻ റോക്കിൽ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഫുൾ ഫേസ് മെത്തേഡ്. അതായത് നമ്മൾ സ്മോൾ ടണലിലാണ് ഫുൾ ഫേസ് മെത്തേഡ്. അതായത് ഈ ഒരു ക്രോസ് സെക്ഷനിലാണ് എനിക്ക് ടണൽ എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ ആ ടോട്ടൽ ക്രോസ് സെക്ഷൻ ഞാൻ എന്ത് ചെയ്യും, എക്സ്കവേറ്റ്
എക്സ്കവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഇത് സ്മോൾ ടണൽ കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഫേസ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് സൈസ് ഓഫ് ടണൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 മീറ്റർ ആയിരിക്കണം. ഇഫ് സൈസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 മീറ്റർ ആണെങ്കിൽ നമ്മൾ താഴെ പറഞ്ഞ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്. ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഹെഡിങ് ആണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഈ ഹെഡിങ് എന്ന് കാണിച്ചിരിക്കുന്ന പ്രോസസ് കണ്ടല്ലോ, ആ ഒരു ഹെഡിങ് പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം എക്സ്കവേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ബെഞ്ചിങ് പാർട്ട് എക്സ്കവേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഹെഡിങ് പോർഷൻ ഇങ്ങനെ കുഴിച്ച് ഹെഡിങ് വരെ പോകും. എത്ര വരെ പോകും, 3 to 4 മീറ്റർ വരെ. ഈ ഒരു ഡിസ്റ്റൻസ് 3 to 4 മീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഹെഡിങ് ഇങ്ങനെ കുഴിച്ച് പോകും. ഓക്കെ, ബെഞ്ചിങ് ആ സമയത്ത് എന്താ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടായിരിക്കും, അതായത് കുഴിച്ച് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടായിരിക്കും ബെഞ്ചിങ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഫുൾ ഫേസ് മെത്തേഡാണ്, സ്മോൾ ടണൽസിന് നമ്മൾ യൂസ് ചെയ്യും, അതായത് സൈസ് ലെസ് ദാൻ 3 മീറ്റർ ആണെങ്കിൽ. ഇനി ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഹെഡിങ് ആണ് ഫസ്റ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ബെഞ്ചിങ് എക്സ്കവേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ഏതാണ്, ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ ഫേസ് മെത്തേഡിൽ എന്താണ്, ഫുൾ ഫേസ് നമ്മൾ ഫുൾ കോർസ് സെക്ഷനും നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് പോകും. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ ആക്ച്വൽ ടണൽ. എന്നാൽ ആ ആക്ച്വൽ ടണൽ ഞാനൊരു കുഞ്ഞു ടണൽ ഓക്കെ ഞാൻ എക്സ്കവേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, ഈ ആക്ച്വൽ ടണൽ എന്ന് പറയുന്നത് ഇതാണ്, ബട്ട് ആ ആക്ച്വൽ ടണൽ ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞു ടണൽ എക്സ്കവേറ്റ് ചെയ്ത് എടുക്കാം, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡ്രിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്കവേറ്റഡ് ടു സൈഡ്സ് ഓഫ് സ്മോൾ ടണൽ. അപ്പോൾ ഈ സ്മോൾ ടണലിൻ്റെ സൈഡ്സിലേക്കായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് സെൻറ്റർ ഡ്രിഫ്റ്റ് ഉണ്ട്, സൈഡ് ഡ്രിഫ്റ്റ് ഉണ്ട്, ബോട്ടം ഡ്രിഫ്റ്റ് ഉണ്ട്, ടോപ്പ് ഡ്രിഫ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഇത്രയും അറിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, മെത്തേഡ്സ് ഓഫ് ടണലിംഗ് ഇൻ റോക്ക് ആണ് പറഞ്ഞാൽ ഫുൾ ഫേസ് മെത്തേഡ്, ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്, ഡ്രിഫ്റ്റ് മെത്തേഡ് പറഞ്ഞു. ഇനി മെത്തേഡ്സ് ഓഫ് ടണലിംഗ് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട്. സോഫ്റ്റ് ഗ്രൗണ്ടിലാണെങ്കിൽ എന്താണ് പ്രത്യേകം, നമ്മൾ നേരത്തെ പറഞ്ഞ ഏതിലായിരുന്നു, റോക്കിലുള്ള എക്സ്കവേഷൻ, അത് ഹാർഡ് ഗ്രൗണ്ടിലുള്ള എക്സ്കവേഷൻ ആയിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് ടണലിംഗ് ചെയ്യേണ്ട എവിടെയാണ്, സോഫ്റ്റ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഗ്രൗണ്ടിൽ ഹാർഡ് റോക്കിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമോ, ഇല്ല. നമ്മൾ അതിൽ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എല്ലാം കൂടി സെറ്റിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്കവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ടണലിൽ എന്ത് ചെയ്യണം, സപ്പോർട്ട് കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഏതിലാണ്, സോഫ്റ്റ് ഗ്രൗണ്ടിലാണ് നമ്മൾ ടണലിംഗ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് 8 മെത്തേഡാണുള്ളത്. നീഡിൽ ബീം മെത്തേഡ്, ഇംഗ്ലീഷ് മെത്തേഡ്, ബെൽജിയം മെത്തേഡ്, ജർമ്മൻ മെത്തേഡ്, ആർമി മെത്തേഡ്, ഷീൽഡ് മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്, കംപ്രസ്ഡ് എയർ ടണലിംഗ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ഉണ്ട്. ഇത്രയും മെത്തേഡ്സ് ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട, ബട്ട് ഈ സോഫ്റ്റ് ഗ്രൗണ്ടിൽ നമ്മൾ ടണലിംഗ് ചെയ്യുമ്പോൾ ഉള്ള മെത്തേഡ്സ് ആണ് ഇത്രയൊന്ന് പേരറിഞ്ഞിരിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കംപ്രസ്ഡ് എയർ ടണലിംഗ് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റ, അതായത് കംപ്രസ്ഡ് എയർ ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു എന്താണ് ഒരു ടണൽ എക്സ്കവേറ്റ് ചെയ്ത് വരുവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വാട്ടർ വന്ന് എന്താണ് വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റയിലാണ് അതുള്ളതെങ്കിൽ ഇന്ന് വാട്ടർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യും. അതിനെയാണ് നമ്മൾ കംപ്രസ്ഡ് എയർ ടണലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ പ്ലീനം മെത്തേഡ് എന്ന് വിളിക്കാറുണ്ട്. ആ ഒരു പേര് കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ഗ്രൗണ്ടിൽ നമ്മൾ ഈ ഒരു 8 മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ലൈറ്റിംഗ് ഓഫ് ടണൽസ് ആണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റിംഗ് ഓഫ് ടണൽസ്, അതായത് നമ്മൾ ടണലിനകത്ത് നമ്മളെന്താ ഒരു ചുരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ഹില്ലി ഏരിയ, അതിലകത്ത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് പോവുകയാണ്. ലൈറ്റിങ്ങിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ, അതായത് മീൻസ് എന്താണ്, ലൈറ്റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ടണലിൽ കൂടി പോകുമ്പോൾ വണ്ടികൾ എവിടെ നിൽക്കുന്നു, അതിൻ്റെ പൊസിഷൻ ഒന്നും അറിഞ്ഞുകൂടാ, ആക്സിഡൻസിനൊക്കെ ഉള്ള കാരണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടണലിനകത്ത് ലൈറ്റിംഗ് കൊടുക്കണം. ഓക്കെ, അപ്പം ഈ ലൈറ്റിങ്ങിൻ്റെ സ്പേസിങ്, ലൈറ്റിംഗ് എത്ര സ്പേസ് ഇടവിട്ട് നമ്മൾ ലൈറ്റിംഗ് കൊടുക്കണം, അതിന് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തൊക്കെയാണോ, ഒന്നെന്ന് പറയുന്നത് ടണൽ ഡയമെൻഷൻ, ദെൻ സൈസ് ഓഫ് ലൈറ്റ് സോഴ്സ്, നേച്ചർ ഓഫ് റോക്ക് സർഫസ്. ഈ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്പേസിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ ടൈപ്പ് ഓഫ് ലൈറ്റ്സ് യൂസ്ഡ് ഇൻ ടണലിംഗ് വർക്ക് ആർ അസറ്റിലിൻ ഗ്യാസ് ലൈറ്റിംഗ് ആണ്, പിന്നെ ഇലക്ട്രിക് ലൈറ്റിംഗ് ആൻഡ് ലാൻഡേൺസ് ആണ് നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, വെന്റിലേഷൻ കൊടുക്കണം. എയർ സർക്കുലേഷൻ ഒക്കെ കുറവായിരിക്കും ടണലിനകത്ത്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ വെന്റിലേഷനും നാച്ചുറൽ വെന്റിലേഷനും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അതിന് നമ്മൾ വെന്റിലേഷൻ മെത്തേഡ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എയർ ടണലിലേക്ക് ഫ്രഷ് എയറിനെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സോസ്റ്റിംഗ് ഉണ്ട്. എക്സോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൗൾ ഗ്യാസസിനെ നമ്മൾ പുറത്തെടുക്കും, ടേക്ക് ഓഫ് ചെയ്യും ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. അവിടെ പ്രത്യേകിച്ച് അങ്ങോട്ട് അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എയർ കൊടുക്കുന്നില്ല, ബട്ട് ആ ടണലിനകത്തുള്ള ഫൗൾ ഗ്യാസസിന് എന്ത് ചെയ്യും, ടേക്ക് ഓഫ് ചെയ്യും പുറത്തേക്ക്. ദെൻ കോമ്പിനേഷൻ ഓഫ് ബ്ലോയിങ് ആൻഡ് എക്സോസ്റ്റിംഗ്. ഓക്കെ, ബ്ലോയിങ്ങിൻ്റെ എക്സോസ്റ്റിംഗ് കോമ്പിനേഷൻ ഏതാണ്, ബെസ്റ്റ് മെത്തേഡ് ഏതെന്ന് വെച്ചാൽ
കോമ്പിനേഷൻ ഓഫ് ബ്ലോയിങ്, അതായത് ബ്ലോയിങ്ങിൽ തന്നെ ഫ്രഷ് എയർ മാത്രം സപ്ലൈ ചെയ്യുന്നുള്ളൂ, അവിടെ നിന്നുള്ള ഫൗൾ ഗ്യാസ് നമ്മൾ പുറത്തോട്ട് കളയുന്നില്ല. എക്സോസ്റ്റിങ്ങിലോ നമ്മൾ ഫൗൾ ഗ്യാസ് എന്ന് പറയുന്നത് പുറത്തോട്ട് എടുക്കുന്നില്ല, ഫൗൾ ഗ്യാസ് പുറത്തോട്ട് എടുക്കുന്നുണ്ട്, ഫ്രഷ് എയർ സപ്ലൈ ചെയ്യുന്നില്ല. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഒരു ടേം അറിഞ്ഞിരിക്കേണ്ടത് മക്ക് എന്താണെന്നാണ്. മക്ക് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ ഫോംഡ് ആഫ്റ്റർ എക്സ്കവേഷൻ ആൻഡ് ബ്ലാസ്റ്റിംഗ്. എക്സ്കവേഷനും ബ്ലാസ്റ്റിംഗും കഴിഞ്ഞുണ്ടാവുന്ന ആ ഒരു വേസ്റ്റ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ മക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ബ്ലാസ്റ്റിംഗ് എക്സ്കവേഷൻ കഴിഞ്ഞ് വരുന്ന ആ വേസ്റ്റ് മെറ്റീരിയലിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ടെമ്പററി ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ മക്കിങ് എന്ന് വിളിക്കാറുണ്ട്. ഇനി നമ്മൾ അതിനെ ഒരു പെർമനന്റ് സൈറ്റിലാണ് കൊണ്ട് ഡംപ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോളിംഗ്. ഓക്കെ, മക്കിങ് കൊണ്ട് ഹോളിംഗ് കൊണ്ട്. ടെമ്പററി ആയിട്ട് ഞാൻ ആ വേസ്റ്റ് മെറ്റീരിയലിനെ മക്കിനെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുവാണെങ്കിൽ അതിനെ മക്കിങ് എന്ന് വിളിക്കും. അതിനെ പെർമനൻ്റ് ആയിട്ട് ഒരു സൈറ്റിൽ കൊണ്ട് ഡംപ് ചെയ്യുവാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ഹോളിംഗ് എന്ന് വിളിക്കും. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് പൈലറ്റ് ടണൽ എന്താണ്? എ സ്മോൾ ടണൽ കൺസ്ട്രക്റ്റഡ് പാരലൽ ടു ആക്ച്വൽ ടണൽ. ആക്ച്വൽ ടണലിന് പാരലായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്മോൾ ടണലാണ് എന്തെന്ന് പറഞ്ഞാൽ പൈലറ്റ് ടണൽ എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റും ലേബറും ഒക്കെ മൂവ് ചെയ്യാനായിട്ടും അതിന് ഒരു ലാൻഡിങ്ങിനൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു സ്മോൾ ടണൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ ടണൽ കൺസിഡർ പാരലൽ ടു ആക്ച്വൽ ടണൽ ഏതെന്ന് വെച്ചാൽ ഏതാണ്? പൈലറ്റ് ടണലാണ്. ഇനി നമ്മുടെ ടണലിൻ്റെ ഷേപ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ടണലുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സർക്കുലർ. നമ്മൾ പറഞ്ഞു എന്താണ്, ട്രാഫിക്കിൻ്റെ കൺവെയൻസിന് അതിൻ്റെ ടണലിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ സർക്കുലർ ടണലുണ്ടോ? നമുക്ക് ട്രാഫിക് കൺവെയൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളത് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? വാട്ടർ കൺവെയൻസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സർക്കുലർ ടണൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺവെയൻസ് ടണലാണ്. സർക്കുലർ ടണൽ എന്താണ്? ഒരു കൺവെയൻസ് ടണലാണ്. അപ്പോൾ ഇതിൻ്റെ സ്മോൾ പെരിമീറ്റർ ആയിരിക്കും, ബട്ട് ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും. ക്യാൻ ഹാൻഡിൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രഷർ. അപ്പോൾ സർക്കുലർ ആണ്, അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റേണലും ഇൻറ്റേർണൽ പ്രഷറൊക്കെ അതിനെ ഹാൻഡിൽ ചെയ്യാം. ബെസ്റ്റ് ഷേപ്പ് യൂസ്ഡ് ഫോർ വാട്ടർ കൺവെയൻസ്. വാട്ടർ കൺവെയൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഷേപ്പാണ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് എന്താണ്? എഗ് ഷേപ്ഡ് ആണ്. എഗ് ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ സീവീജ് ഒക്കെ കെയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഗ് ഷേപ്ഡ് ടണൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി. ഒരു സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എഗ് ഷേപ്ഡ് ടണൽ സഹായിക്കും. എലിപ്റ്റിക്കൽ ഷേപ്ഡ് ഉണ്ട്, അതെന്തിനാണ്? വാട്ടർ കൺവെയൻസിന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബട്ട് ബെസ്റ്റ് ഷേപ്പ് ഏതാണ്? സർക്കുലർ ആണ്. ദെൻ മേജർ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും നമ്മൾ എലിപ്റ്റിക്കൽ ഷേപ്ഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആണ്. ഹോഴ്സ് ഷൂ ഷേപ്ഡ് എന്ന് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ട്രാഫിക് ടണൽ. അപ്പോൾ ട്രാഫിക് ടണൽ നമ്മൾ പറഞ്ഞു ബോട്ടം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും. ഇതങ്ങനെയാണല്ലോ. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ട്രാഫിക് ടണൽ ഏതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹോഴ്സ് ഷൂ ഷേപ്ഡ്. ഓക്കെ, ഡി ഷേപ്ഡ് ടണലുണ്ട്. ഡി ഷേപ്ഡ് ടണലാണെങ്കിലും ഇത് തന്നെയാണ് ട്രാഫിക് ടണൽ തന്നെയാണ്, അത് അറിഞ്ഞിരിക്കുക. റെക്ടാങ്കുലർ ഷേപ്ഡ് ആണെങ്കിൽ നമ്മുടെ പെഡസ്ട്രിയൻ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെക്ടാങ്കുലർ ടണൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോട്ട് യൂസ്ഡ് കോമൺലി യൂസ്ഡ് ഇൻ റോക്സ്. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല, എന്നാൽ അത് റോക്സിലൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ടണൽ ലൈനിങ് എന്നൊരു ടേമാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ടണൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ടണലിലും എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടിക്കലി ലൈനിങ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ടു ഗീവ് എ ഫിനിഷിംഗ് ടച്ച് ടു ദ ടണൽ ക്രോസ് സെക്ഷൻ. ഓക്കെ, ആ ഒരു ടണൽ ക്രോസ് സെക്ഷന് ഫിനിഷിംഗ് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ലൈനിങ് കൊടുക്കണം. ഓക്കെ, അത് ടണൽ ലൈനിങ് കൊടുക്കുന്ന ഫിനിഷിങ്ങിന് വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ഇൻ വാട്ടർ സ്ക്യൂസിങ് ഏരിയാസ്. അത് വാട്ടർ സ്ക്യൂസ് ചെയ്യുന്ന ഏരിയാസിൽ ആ ഒരു ടണലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഈ ലൈനിങ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ മോസ്റ്റ് കോമൺലി മെറ്റീരിയൽ യൂസ്ഡ് എന്ന് പറയുന്നത് ഏതാണ്? ലൈനിങ് ആർ സ്റ്റോൺ, ബ്രിക്ക്, സിമെൻറ്റ്, കോൺക്രീറ്റ്, സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ടണൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ശരിക്കും നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 1 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൈവേ ആണ്, ദെൻ ട്രാഫിക് ഉണ്ട്, എയർപോർട്ടുണ്ട്, ടണലുണ്ട്, ഇനി ഒന്നുള്ളത് ബ്രിഡ്ജാണ്. ഓക്കെ, ഇത്രയും പോർഷൻസ് ആയാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ കഴിയും. അതുകൊണ്ട് നമ്മളിപ്പോൾ എയർപോർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ടണലും ഈ ഒരു വീഡിയോയോട് കൂടി ഒരു വീഡിയോ ഉള്ളൂ. ഓക്കെ, ടണൽ പഠിക്കാൻ ഒരു വീഡിയോ ഉള്ളൂ. ദെൻ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബ്രിഡ്ജാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ പോർഷൻ എടുക്കുകയാണെങ്കിലും ഇതെല്ലാം നമുക്ക് അതിനകത്ത് വേണമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, LSTD AEയുടെ ഒക്കെ എക്സാം ഒക്കെ വരുന്നുണ്ട്. സോ അതിനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.